എല്ലാവർക്കും കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്ട്രോബെറി പുഡിങ്ങാണ്. ഞാൻ മിഞ്ഞാന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അതെല്ലാവർക്കും ഇഷ്ടമായിന്. വിരുന്നാർ വരുമ്പോൾ ഉണ്ടാക്കിയതാണ്. പിന്നെ വീട്ടിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടമായി. പിന്നെ അതിനാവശ്യമായ സാധനം 1/2 ലിറ്റർ പാല്, 1/2 കപ്പ് പഞ്ചസാര, 3.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ. ഇതിവിടെ ഞാൻ 2 സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് പിന്നെ ഇതാണ്. പിന്നെ സ്ട്രോബെറി ഞാനൊരു 10 എടുത്തിട്ടുണ്ട്. 8 എണ്ണം മതിയാവും. വലുതാവുമ്പോഴേ ഇത് ചെറിയത് ഉണ്ടായതുകൊണ്ടാണ്. 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടി, 3 ടേബിൾ സ്പൂണ് പഞ്ചസാര. ഇത്രയും സാധനങ്ങൾ ആവശ്യമുള്ളത്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ച് ഒന്നിച്ച് തന്നെ കോൺഫ്ലവർ പൗഡറും കലക്കി ഒഴിക്കണം. ചൂടായതിന് ശേഷം ഒഴിച്ചാൽ പെട്ടെന്ന് കട്ടട്ടിപ്പോവും. എല്ലാം ഒന്നിച്ച് മിക്സാക്കിയിട്ട് വേണം ഇത് അടുപ്പ് ഉണക്കാൻ. തന്നെ ഒഴിക്കണം, പാലൊഴിക്കണ്ട. വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്യുക. പാലൊഴിച്ചാൽ കുറച്ചും കൂടി കട്ടി കൂടും. നമുക്ക് വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് കട്ടിയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. ആയിട്ടുണ്ട്. എല്ലാം കട്ടയൊന്നും ഇല്ലാണ്ട് അലിഞ്ഞിട്ടുണ്ട്. കോൺഫ്ലവർ പൊടി കലക്കിയത് ഒഴിച്ചു കൊടുക്കുക. ഇളക്കിക്കൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക. പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് സ്റ്റവ് ഓണാക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കിക്കൊണ്ട് തന്നെ നിൽക്കണം. ഇളക്കാണ്ട് എന്നാൽ കട്ട പിടിക്കും, അടുക്കി പിടിക്കും. ഫുൾ തീയിൽ വെച്ചിട്ട് തന്നെ ഫസ്റ്റിൽ ഇളക്കുക. നല്ലൊരു പുഡിങ്ങാണ്, നല്ല ടേസ്റ്റുള്ളതാണ്. എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ള വീഡിയോകൾ കാണണം കാണാത്തവർ. ഇന്ന് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം. ഇത് കോൺഫ്ലവർ പൊടി ഇതിന് പിന്നെ ജെലറ്റിനും ചൈന ഗ്രാസൊന്നും ഇടാതെ ഒരു പുഡിങ്ങാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ളതാണ്. വെറൈറ്റി പുഡിങ്ങാണ്. അതിന് കുറുക്കിയെടുക്കുക. വേഗം തന്നെ ആകും. അത്ര ടൈമൊന്നും എടുക്കില്ല. വളരെ ഈസിയായൊരു പുഡിങ്ങാണ്. ഉണ്ടാക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ഏകദേശം ആയിട്ടുണ്ട്. എനിക്ക് കുറച്ച് ടൈമും കൂടി എടുക്കും. പിന്നെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം. അല്ലാതെ എന്തായാലും പെട്ടെന്ന് അടുക്കി പിടിച്ചു. തീ കുറച്ച് കുറക്കാം. അടുക്കി പിടിച്ച് വരുന്നുണ്ട്. ഈ ഒരു കട്ടിയായിട്ടാകുമ്പോൾ കുറച്ച് തീ കുറച്ച് കൊടുക്കണം. നല്ല പെട്ടെന്നത് കട്ടിയാവും. ഏകദേശമായി വന്ന് ഇതിന് ഇത് കട്ടിയായിട്ട് വേറൊരു സർവിങ് പ്ലേറ്റിൽ മാറ്റി അത് സെറ്റ് ആകുമ്പോഴേക്ക് നമുക്ക് സ്ട്രോബെറി ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. ഏകദേശമായി. ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി വെക്കാം.
ആയിട്ടുണ്ട്, ഏകദേശം അതുപോലെ ആയി. ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു ഗ്ലാസിൻ്റെ പുഡിംഗ് പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. തീ ഓഫാക്കി ആ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് സെറ്റാകുമ്പോഴേക്ക് നമുക്ക് സ്ട്രോബെറി അരച്ചെടുക്കാം. തീരെ വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഒഴിക്കാണ്ട് വേണം അരച്ചെടുക്കാൻ. അരച്ചിട്ട് കൊണ്ടുവരാം. ഓക്കെ, സ്ട്രോബെറി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടാവും, എന്താ നല്ല ഫ്രഷ് ആയതുകൊണ്ട് കളറുണ്ട്. ഇത് അരിപ്പിയിലിട്ട് അരിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ആയിട്ടുണ്ട്. സ്റ്റവ് ഓണാക്കി കൊടുക്കാം. ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. നല്ലപോലെ യോജിപ്പിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് ഇതൊരു ചെറിയ കട്ടി വരുമ്പോൾ കോൺഫ്ലവർ പൊടി കലക്കി ഒഴിക്കുക. അത് അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. സ്ട്രോബെറി പൊതുവെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ സ്ട്രോബെറി പുഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇഷ്ടമായിരിക്കും. കാണുമ്പോൾ തന്നെ നല്ല നല്ല രസമാണ് കാണാനും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഏകദേശം ആയിട്ടുണ്ട്. നല്ല നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. സ്ട്രോബെറിൻ്റെയും ഇതൊക്കെ കൂടിയിട്ട് നല്ല മണം വന്നിട്ടുണ്ട്. ഒരു സ്വീറ്റ് മുട്ടായി സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി ഓഫാക്കി കൊടുക്കുക. ഓഫാക്കിയതിന് ശേഷം കോൺഫ്ലവർ പൊടി കലക്കി വയ്ക്കുക. ചൂടിൽ തന്നെ ഒഴിച്ചാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് കട്ടിയായിപ്പോവും. അടുപ്പത്ത് തന്നെ വെച്ചാൽ പെട്ടെന്ന് കട്ടയായിട്ടിപ്പോവും. അപ്പോൾ ഓഫാക്കിന് അടുപ്പ് ഓഫാക്കിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരിക്കലും പാൽ ഒഴിക്കരുത്. സ്ട്രോബെറിൻ്റെ പുളിയൊക്കെ ഉണ്ടാകുമ്പോൾ പാലും കൂടി ആകുമ്പോൾ ചിലപ്പോഴത് പെരുത്ത് പോവും. അതുകൊണ്ട് കഴിയുന്ന വെള്ളത്തിൽ തന്നെ കോൺഫ്ലവർ പൊടി കലക്കണം. ഇതിൽ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പ് ഓണാക്കി കൊടുക്കാം. ചെറിയ അടുപ്പ് ഓണാക്കിയിട്ടുണ്ട്. ചെറിയ തീയിലായിരിക്കണം അത് കുക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അത് കട്ടിയായി പോകും. നല്ല കട്ടിയായി വരുന്നുണ്ട്. ചെറിയ തീയിലായിരിക്കണം ആക്കാൻ. പെട്ടെന്ന് കട്ട പിടിക്കുന്നുണ്ടോ അവിടെ എവിടെയൊക്കെ. ഏകദേശം ആയിന്. പിന്നെ മറ്റേ ആദ്യം ഉണ്ടാക്കി വെച്ച പുഡിങ്ങിൻ്റെ മേലെ ഇത് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഓഫാക്കി എടുത്തു വെച്ച
ബദാം അണ്ടിപ്പരിപ്പും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് ലേയറിലിങ്ങനെ അതിരി കൊടുക്കുക. ഇടയ്ക്കൊന്ന് കടിക്കാനാണ്. നല്ലപോലെ സെറ്റായിട്ടുണ്ട് നേരത്തെ പുഡിങ്, വൈറ്റ് പുഡിങ്. ഇതിൻ്റെ മേലെ സ്ട്രോബെറി ഒക്കെ നല്ല സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി അണ്ടിപ്പരിപ്പും ബദാമും ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. നല്ല ടേസ്റ്റുള്ള അടിപൊളി സ്ട്രോബെറി പുഡിങ് റെഡി ആയിട്ടുണ്ട്. 2 ലെയറായിട്ടുള്ള. എന്തായാലും ഉണ്ടാക്കി നോക്കണം, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇത് നമുക്കിനി കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാം. താങ്ക് യു.